ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സാമ്പാർ പൗഡറിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. നമ്മുടെ വീട്ടിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ല നാടൻ ടേസ്റ്റുള്ള ഒരു സാമ്പാർ പൗഡറാണത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്സും കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു ജംഗിൾ ലാൻഡത്തെ കുറച്ച് വീഡിയോസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളൊരു പാർക്കാണ് കേട്ടോ. ഇവിടെ അധികം ഓപ്പൺ സ്പേസിൽ ഇവിടെ അധികം പാർക്കില്ല. അപ്പോൾ ഇത് നല്ല ഓപ്പൺ സ്പേസിലുള്ള ഒരു പാർക്കാണ്. അതുപോലെ തന്നെ ഒരു പഴമ നിലനിർത്തിക്കൊണ്ടുള്ള നല്ലൊരു പാർക്കാണ് കേട്ടോ. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുള്ളൊരു പാർക്കാണ്. അപ്പോൾ അതിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക. ഈ മല്ലി കഴുകി ഉണക്കി വെച്ചിട്ടുള്ള മല്ലിയാണ്. ഇത് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും കരിയൂല. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം കേട്ടോ. അത് അത്യാവശ്യം വറവായിട്ടുണ്ട്. ഇനി അതേ ഇതിലേക്ക് തന്നെ ഞാൻ ഒരു 15 മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉണക്കമുളക്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലിയും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഇത് സാധാരണ മുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ നല്ല ചുമയൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല നമ്മൾ ചങ്ക് ഒക്കെ ആകെ എരിയും, കണ്ണും മൂക്കൊക്കെ എരിയും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുക്കുക. അതും ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ നമ്മുടെ സാമ്പാർ പരിപ്പ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 3 നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ വറുത്തെടുക്കാം. ഞാനിത് 3 ഒന്നിച്ചാണ് വറുത്തെടുക്കുന്നത്. ഇപ്പം സാമ്പാർ പരിപ്പ് മഞ്ഞപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. എനിക്കിവിടെ കിട്ടുന്നത് ആ ഒരു ഓറഞ്ച് റെഡ് കളറുള്ള പരിപ്പാണ്, അതുകൊണ്ടാണ് ഞാനത് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് 3 കൂടെ ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളെല്ലാം വറുത്തെടുക്കാനായിട്ട്. ഈ ഇരുമ്പിൻ്റെ ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിലാക്കി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നന്നായിട്ട് തന്നെ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു വറുത്ത ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് കളർ മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചട്ടിയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് തന്നെ 1 ടീസ്പൂൺ ഉലുവയാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. ഈ ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതും കോരി മാറ്റാം. ഇനി 1 ടീസ്പൂൺ കടുകാണ് ഇട്ടെടുക്കുന്നത്. ഈ കടുകൊന്ന് പൊട്ടുന്ന സമയം മാത്രം വെച്ചാൽ മതി നമുക്ക്. ഞാൻ ഈ സാമ്പാർ പൊടിയിലേക്ക് ജീരകം ചേർക്കണില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ജീരകം ചേർക്കാം. ചെറിയ ജീരകം ചേർത്താൽ നമ്മുടെ നാടൻ സാമ്പാറിൻ്റെ ടേസ്റ്റ് ആവില്ല കേട്ടോ. അപ്പം വേറൊരു ടേസ്റ്റാണ് സാമ്പാറിന്. അപ്പോൾ അതിഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചെറിയ ജീരകം കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. കടുക് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിവേപ്പില നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. കറിവേപ്പില നന്നായിട്ട് തന്നെ നമ്മൾ റോസ്റ്റാക്കി എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പൊടിച്ച് വെക്കുന്ന സമയത്ത് കേടായി പോകും നമ്മുടെ സാമ്പാർ പൊടി. ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനി നിങ്ങളെ കയ്യിൽ കട്ടക്കായാണ്, കായത്തിൻ്റെ കട്ട അങ്ങനത്തെ കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചട്ടിയിലിട്ടിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ പിന്നെ കായത്തിൻ്റെ പൊടിയാണുള്ളത്, അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഞാൻ വറുക്കാത്തത്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് മാത്രം നമുക്ക് കായപ്പൊടി ചേർത്താൽ മതി. ഇത് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ ഞാൻ വറുത്ത് മാറ്റി വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ മഞ്ഞളുടെ കഷ്ണം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കായപ്പൊടി കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാമ്പാർ വെക്കുന്ന സമയത്ത് താളിച്ച് വയ്ക്കുന്ന സമയത്ത് മൂപ്പിച്ചിട്ട് ഒഴിച്ചാൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇപ്പോൾ സാമ്പാർ പൊടി അധികം കളറില്ല. നമ്മൾ കാശ്മീരി ചില്ലി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് നല്ല കളറിൽ തന്നെ സാമ്പാർ പൊടി കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്താൽ മതി. നല്ല ടേസ്റ്റും നല്ല സ്മെല്ലുള്ള നല്ലൊരു സാമ്പാർ പൊടിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ നമ്മൾ
ജംഗിൾ ലാൻഡ് പോകുന്ന വഴിയാണ്. ഇവിടെ പാർക്കിൻ്റെ ഉള്ളിലാണ് ഇത് സർക്കസ് നടക്കുന്നത്. സർക്കസിന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഒരു വൈകുന്നേരമാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് മേഴ്സൽ വില്ലേജിലാണ് ശരിക്കും ഈ പാർക്ക് ഉള്ളത്. അപ്പോൾ വില്ലേജിന് കുറച്ചൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള നല്ലൊരു വില്ലേജാണ്. ആ ഒരു പഴമ എപ്പോഴും അവർ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാനിത് ഫോൺ ക്യാമിലെടുത്ത കുറച്ച് ക്ലിപ്സാണ് കേട്ടോ. ഞാൻ വീഡിയോ ആക്കിയിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ വലിയ ക്ലിയറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക കേട്ടോ. ഞാനിങ്ങനെ ബ്ലോഗ് ചെയ്യുന്ന ആളൊന്നുമല്ല. അപ്പോൾ അതിന് വേണ്ടി എടുത്ത വീഡിയോസും അല്ല. നമ്മൾ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത കുറച്ച് ക്ലിപ്സാണ്. അപ്പോൾ അത് ഞാനൊന്ന് ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഈ റെസിപ്പിൻ്റെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജംഗിൾ ലാൻഡ് പുറത്തുള്ള ഒരു വ്യൂ ആണിത്. അപ്പോൾ നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ കയറുന്ന വഴിയൊക്കെ ഒരു മരം കൊണ്ടാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു പഴമൻ്റെ ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാവും. റൂഫായാലും എല്ലാം. അപ്പം നമ്മളിവിടെ വന്ന സമയത്താണ് അറിയുന്നത് സർക്കസ് രാത്രി 9 മണിക്കാണെന്നുള്ളത്. നമ്മളൊരു 6 മണിക്കാണെന്നുള്ളതിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 9 മണിക്കാണ് ഷോ എന്ന് അറിഞ്ഞപ്പോൾ ഈ പാർക്കിലൊന്ന് കുട്ടികളെയും കൊണ്ടൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ സമയത്ത് അധികം ആളൊന്നുമില്ല കേട്ടോ. ഇവിടെ വൈകുന്നേരം ഒക്കെയാണ് ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഒരു പഴയ ആ ഒരു ഇതിലാണ് ഇവിടുത്തെ എല്ലാം ചെയ്തിട്ടുള്ളത്. ടോയ്ലറ്റൊക്കെ ഉള്ളത്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പുറം ഭാഗം ഇങ്ങനെ ഇതുപോലെയാണെങ്കിലും ഉൾഭാഗമൊക്കെ ശരിക്ക് ഇപ്പോഴത്തെ ആ ഒരു ഇതിൽ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇരിക്കുള്ള ചെയറാണെങ്കിലും എല്ലാം അവർ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പാർക്കിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് റൈഡ്സും കാര്യങ്ങളും വെള്ളത്തിലാണെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ. ഗോസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്, നമ്മളൊരു വില്ലേജിലൊക്കെ പോയൊരു ഫീലാണ് നമുക്കിതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. അപ്പോൾ പിന്നെ അത് ജസ്റ്റ് ഞാനൊരു വീഡിയോ ആക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ കൂടെ നമ്മൾ യൂട്യൂബിലൊന്ന് ഷെയർ ചെയ്താലോ എന്ന് തോന്നിയിട്ട് ചെയ്യണം. അപ്പോൾ ആരെങ്കിലും ജിദ്ദയിൽ ഉള്ളവർ കാണാത്തവരുണ്ടെങ്കിലൊക്കെ വന്നിട്ട് കാണാം കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനും നമുക്ക് സംസാരിച്ചിരിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു പാർക്കാണിത്. അതുപോലെ ഓപ്പൺ സ്പേസിലായതുകൊണ്ട് നമുക്കും തന്നെ ഒരുപാട് നല്ലൊരു എന്തോ ഒരു ആശ്വാസം തോന്നുന്ന പോലെയാണ്. മോളുകൾക്കുള്ളിലാകുമ്പോൾ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിക്കാരം. ഓരോ റൈഡിനാണെങ്കിലും ഭയങ്കര സൗണ്ട് ആയിക്കാരം. ഇതങ്ങനെയൊന്നുമില്ല, നല്ലൊരു ഫീലാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ കുറേ കഫേകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് ചെറുതായിട്ട് കഴിക്കാനും ഒക്കെ പറ്റും.
ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം, നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യുക. വ്ളോഗേഴ്സിനെ പോലെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാനൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് നിങ്ങൾ കാണുക കേട്ടോ. ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. കുട്ടികൾക്ക് വെള്ളത്തിലൊക്കെ കളിക്കാനും ഒക്കെ ഉണ്ട്. സഫാരി സ്പ്ലാഷ് ആണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണിത്. ഇത് അവർക്ക് ഹൈറ്റിൽ നിന്ന് താഴേക്ക് വരുന്ന ആ സമയത്തുള്ള ഒരു ഫീലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഇവിടെ ഈ പാർക്കിൽ വന്നിട്ടുണ്ട് 2 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് സംസാരിച്ചിരുന്ന് നടക്കുകയൊക്കെ ചെയ്യുക, അങ്ങനെ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ നന്നായിട്ട് കളിക്കാൻ ഒരുപാട് റൈഡ്സും കാര്യങ്ങളും ഉണ്ട്. ചെറിയ കുട്ടികൾക്കുണ്ട്, വലിയവർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന നല്ലൊരു പാർക്കാണ്. ഇപ്പോൾ ഏകദേശം 9 മണി ആവാനായിട്ടുണ്ട്. നമുക്ക് സർക്കസ് തുടങ്ങാനൊക്കെ ഉള്ള ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സർക്കസിന് ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ ഞാൻ സർക്കസ് കൂടാരത്തിൻ്റെ പുറത്തുള്ള ഒരു വീഡിയോ കാഴ്ച മാത്രമേ എടുത്തിട്ടുള്ളൂ, അതിൻ്റെ ഉള്ളിലത്തൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നല്ല വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു ഇതിൽ കാണാം.